എമ്പുരാൻ റിലീസ് ദിവസം കാണണം. ജീവനക്കാർക്ക് അവധി നൽകി കേരളത്തിലെ കമ്പനി. ഒപ്പം ടിക്കറ്റും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക. മലയാള സിനിമാ പ്രേമികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് എമ്പുരാൻ. മാർച്ച് 27-നാണ് ആഗോള റിലീസായി സിനിമ തിയേറ്ററുകളിൽ എത്തുന്നത്. സിനിമയുടെ റിലീസിനോടനുബന്ധിച്ച് ജീവനക്കാർക്ക് അവധി നൽകിയിരിക്കുകയാണ് കേരളത്തിലെ ഒരു കമ്പനി. കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ജീവനക്കാർക്ക് അവധി നൽകിയിരിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 10 പേരാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയിൽ ഉള്ളതെന്നാണ് വിവരം. കമ്പനിയുടെ ഉടമകൾ കടുത്ത മോഹൻലാൽ ആരാധകരാണ്. സിനിമ കാണാൻ വേണ്ടി മാർച്ച് 27-ന് ഉച്ചയ്ക്ക് 12 മണി വരെ അവധി നൽകാമെന്ന് ഉടമകളിൽ ഒരാൾ ഒരു മാധ്യമത്തോട് പറഞ്ഞു. ജീവനക്കാർക്ക് ടിക്കറ്റും ലഭ്യമാക്കും. ആരാധകരുടെ ആവശ്യത്തിന് ഒടുവിൽ ഫലം. 10ാം വാർഷികത്തിൽ ബാഹുബലി വീണ്ടും തിയേറ്ററുകളിലേക്ക്. SS രാജമൗലിയുടെ ബാഹുബലി ഫ്രാഞ്ചൈസി വീണ്ടും തിയേറ്ററുകളിലേക്ക്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. SS രാജമൗലിയുടെ ബാഹുബലി ഫ്രാഞ്ചൈസി ഇന്ത്യൻ സിനിമയിൽ ഒരു പുതുപുത്തൻ തരംഗം ഉണ്ടാക്കിയ ചലച്ചിത്ര സംഭവമാണ്. പ്രഭാസ് നായകനായ ചിത്രത്തിൽ 2 ഭാഗങ്ങളും ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അതേസമയം പാൻ ഇന്ത്യൻ എന്ന വാക്ക് അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യവുമാക്കി. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ നിരന്തര ആവശ്യം പരിഗണിച്ച് ഈ ഫിക്ഷൻ ആക്ഷൻ ത്രില്ലർ വീണ്ടും റിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണ്. പ്രഭാസ്, റാണ ദഗ്ഗുബാട്ടി, അനുഷ്ക ഷെട്ടി, തമന്ന ഭാട്ടി എന്നിവർ അഭിനയിച്ച ഈ ചിത്രം 2025 ജൂലൈ 10-ന് തിയേറ്ററുകളിൽ എത്തും എന്നാണ് വിവരം. ബാഹുബലി ദ ബിഗിനിങ് 2015-ലാണ് ബിഗ് സ്ക്രീനിൽ എത്തിയത്. അതിവേഗമാണ് ഈ ചിത്രം ഇന്ത്യയിലെ ഭാഷയുടെ അതിർവരമ്പുകളില്ലാത്ത റെക്കോർഡുകൾ തകർത്തത്. തിയേറ്റർ റിലീസിന് ശേഷം ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ ചിത്രമായി മാറി അന്ന് ബാഹുബലി മാറി. ബോക്സ് ഓഫീസ് വിജയത്തിനപ്പുറം ചിത്രത്തിലെ അഭിനേതാക്കളുടെ പ്രകടനത്തിന്, പ്രത്യേകിച്ച് പ്രഭാസിന്റെ പ്രകടനം വ്യാപകമായ പ്രശംസ നേടി. ബാഹുബലിയുടെ കഥ എഴുതിയത് SS രാജമൗലിയുടെ പിതാവ് വി വിജേന്ദ്ര പ്രസാദ് ആണ്. പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന തിരക്കഥയ്ക്കൊപ്പം സ്പെഷ്യൽ എഫക്റ്റുകളും VFXകളും ഗംഭീര ഉപയോഗത്തിലൂടെയും ബാഹുബലി പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കി. ഇന്ത്യൻ സിനിമയുടെ അതുവരെയുള്ള ബിഗ് ബജറ്റ് ചിത്രങ്ങൾ സംബന്ധിച്ച മാനദണ്ഡങ്ങൾ തന്നെ മാറ്റിമറിച്ചു ബാഹുബലി. ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ MM കീരവാണിയാണ്. ചിത്രത്തിന്റെ ഗാനങ്ങൾ BGMഉം ഇന്നും ഹിറ്റാണ്. രണ്ടാം ഭാഗമായി 2017-ൽ ഇറങ്ങിയ ബാഹുബലി 2 ദ കൺക്ലൂഷനും ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ തകർത്തു. SS രാജമൗലിയുടെ സംവിധാനത്തിലുള്ള ചിത്രത്തിലാണ് മഹേഷ് ബാബു ഇനി നായകനാവുക. വൻ ക്യാൻവാസിലാണ് ചിത്രം ഒരുങ്ങുന്നത്. മലയാളത്തിന്റെ പൃഥ്വിരാജും ചിത്രത്തിൽ ഉണ്ടാകും. മഹേഷ് ബാബു 200 കോടിയാണ് പ്രതിഫലം വാങ്ങിക്കുക എന്നാണ് പുതിയ റിപ്പോർട്ട്. ഹൈദരാബാദിലെ അലുമിനിയം ഫാക്ടറിയിൽ 1 മാസം മുൻപാണ് ഇനിയും പേരിട്ടിട്ടില്ലാത്ത സിനിമയുടെ ചിത്രീകരണം രാജമൗലി ആരംഭിച്ചത്. SSMB 29 എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂൾ മഹേഷ് ബാബുവും നായിക പ്രിയങ്ക ചോപ്രയും പങ്കെടുത്തിരുന്നു. ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രമായി പൃഥ്വിരാജ് സുകുമാരനും അടുത്തിടെ ജോയിൻ ചെയ്തിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. മല്ലിക സുകുമാരനും ഈ റിപ്പോർട്ടുകൾ ശരിവച്ചിരുന്നു. ഒഡീഷയിലെ വിവിധ ലൊക്കേഷനുകളിലാണ് അടുത്ത ഷെഡ്യൂൾ രാജമൗലി പ്ലാൻ ചെയ്തിരിക്കുന്നത്. ട്രെക്കിങ്ങിന് സാധ്യതയുള്ള വനമേഖലയ്ക്കായുള്ള അന്വേഷണത്തിലാണ് രാജമൗലിയും ടീമും. ഒഡീഷയിലെ വിവിധ ലൊക്കേഷനുകൾ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. ആഫ്രിക്കൻ മഴക്കാടുകളെ അനുസ്മരിപ്പിക്കുന്ന ദിയോമലി, കോരപുത്ത് ജില്ലയിലെ വിവിധ സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലാണ് 2ാം ഷെഡ്യൂൾ നടക്കുക. പൂർവഘട്ട മലനിരകളിൽ പെടുന്ന പ്രദേശങ്ങളാണ് അതൊക്കെ. ഇതിൽ ദിയോമലിയാണ് ഒഡീഷയിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലം. RRRന് ശേഷം മഹേഷ് ബാബുവിനെ നായകനാക്കി SS രാജമൗലി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഒരുങ്ങുന്നത്. ആഫ്രിക്കൻ ജംഗിൾ അഡ്വഞ്ചർ വിഭാഗത്തിൽ പെടുന്ന ചിത്രമാണ് ഇതെന്നാണ് ഇതിനകം പുറത്തെത്തിയ റിപ്പോർട്ടുകൾ. വിദേശ മാർക്കറ്റ് കൂടി ലക്ഷ്യമിട്ടാണ് രാജമൗലി ഈ ചിത്രം ഒരുക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. മഹേഷ് ബാബു നായകനായി ഒടുവിലെത്തിയ ചിത്രം ഗുണ്ടൂർക്കാരമാണ്. ത്രിവിക്രം ശ്രീനിവാസാണ് സംവിധാനം നിർവഹിച്ചത്. തിരക്കഥ എഴുതി ത്രിവിക്രം ശ്രീനിവാസാണ്. ചിത്രം പ്രതീക്ഷിച്ച വിജയം ആയിരുന്നില്ല. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഒന്ന് ഷെയറും ചെയ്തു തരിക. ഇതൊരു പുതിയ ചാനലാണ്.